വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിനെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മല്ലിക സുകുമാരൻ മനോരമ ന്യൂസിനോട്. വിലായത്ത് ബുദ്ധയ്ക്കെതിരായ സൈബർ ആക്രമണത്തിലാണ് പ്രതികരണം. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാർ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. നല്ലോടോ. നോവലേ വായിച്ചല്ലോ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, നല്ല പിക്ചറൈസേഷൻ ആണ്, നല്ല സ്ക്രിപ്റ്റും ആണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അവര് സംഭവം കിടിലാക്കാനോ നോക്കിയത്, പക്ഷെ മൂഞ്ചിപ്പോയി. വിലായത്ത് ബുദ്ധ സിനിമയ്ക്കെതിരെ മാത്രമല്ലല്ലോ, പൃഥ്വിക്കെതിരെ കൂടെയാണല്ലോ ഈ പാട്ട്. അതാ ഞാൻ പറഞ്ഞേ, കാരണം വിലായത്ത് ബുദ്ധയ്ക്കെതിരെ പൃഥ്വിയാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അയ്യോ പൃഥ്വിരാജിനെ ഇത്ര കണ്ട് ചീത്ത വിളിക്കുമ്പോൾ ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല. എന്തിനാണ് ആ പയ്യനെ ഇങ്ങനെ വിളിക്കുന്നത്? അയാൾ എന്ത് ചെയ്തു? വിലായത്ത് ബുദ്ധ പൃഥ്വിരാജ് എടുത്ത പടമല്ല. അപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇല്ലാതാക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സിനിമയുടെ കുറ്റമല്ല അതൊക്കെ. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. ഞാൻ കണ്ടല്ലോ വേറെ ഒരു ABCD പഠിപ്പിക്കുന്ന ചാനലിൽ ഒരു തെറ്റ് പറയുന്നത് ചർച്ച വിലായത്ത് ബുദ്ധ, പക്ഷെ പറയുന്നതൊക്കെ എപ്പോഴാൻ്റെ കഥയാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടാൻ നോക്കിയാ ആ കൈ ഞാൻ വെട്ടു. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, എറിഞ്ഞ കിരിക്കാടൻ ജോസിന് അപ്പനാ. എനിക്കറിയാം എന്താണ് സിനിമയെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും. ആഭ്യന്തര വകുപ്പ് വഴി പലരുടെയും ID വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പറയേണ്ട സമയത്ത് ഞാൻ ചിലതൊക്കെ തെളിവ് സഹിതം പറയുകയും ചെയ്യും. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രേംവതയും ഈ പൃഥ്വിരാജ് തമ്മിലുള്ള ഒരുമിച്ചുള്ള സീൻസ്, ഇന്റിമേറ്റ് സീൻസ്, അവരുടെ റൊമാൻറ്റിക് സീൻസ്, എന്റെ പൊന്നോ, എന്റെ അമ്മോ, എനിക്ക് തിയേറ്ററിൽ നിന്നിട്ട് കാലിയാണ് വന്നത് കണ്ടിട്ട്. പച്ചവെള്ളം തച്ചിന് സോജപ്പൻ